പിന്നീട് ഇന്ത്യയിൽ രാഷ്ട്രീയപരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് വേൾഡ് വാറിൽ 1914 1914 നിങ്ങൾക്കറിയാം വേൾഡ് വാർ ഈ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ടു. 1914 വേൾഡ് വാർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. ആസ് എ റിസൾട്ട് ഇന്ത്യയിലും അതിൻ്റെ ഒരു എന്താ പറയുക പ്രകമ്പനം ഉണ്ടാവും എന്നുള്ള ഷുവറാണ്. കാരണം എന്താണ്, ബ്രിട്ടന്റെ കോളനിയാണ് ഇന്ത്യ. അപ്പം ബ്രിട്ടന്റെ യുദ്ധത്തിന്റെ ഭാഗമായാൽ ഓബ്വിയസ്ലി ഇന്ത്യക്കാർ അതിന്റെ ഭാഗമായിരിക്കും ഇൻഡയറക്ട്ലി എങ്കിലും. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഇന്ത്യയിൽ നിന്നാണ് ബ്രിട്ടന് വേണ്ട ഏറ്റവും കൂടുതലുള്ള യുദ്ധത്തിന് വേണ്ട റിസോഴ്സസ് കയറ്റി വെച്ചത്. പണത്തിന്റെ രൂപത്തിലായാലും ആയുധങ്ങളുടെ രൂപത്തിലായാലും മറ്റു പല വിഭവങ്ങളായിട്ടും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയത് കൊണ്ടാണ് ബ്രിട്ടൻ എന്ത് ചെയ്യാൻ പറ്റിയത്, യുദ്ധത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അങ്ങനെ വേൾഡ് വാർ നടന്ന സമയത്ത് വേൾഡ് വാറിൻ്റെ അകത്ത് ഇന്ത്യയിൽ എന്തായിരുന്നു റെസ്പോൺസ് എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് മോഡറേറ്റ് വിഭാഗം, മോഡറേറ്റ്സ്, രണ്ടാരാണ് എക്സ്ട്രീമിസ്റ്റുകൾ. ഈ രണ്ട് ആളുകൾ എന്ത് വിചാരിച്ചു, ബ്രിട്ടനെ യുദ്ധത്തിന് സഹായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലെങ്കിലും സ്വരാജ് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളത് ഈ പറഞ്ഞ നേതാക്കന്മാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സ്വരാജ് എന്ന് പറഞ്ഞ ആശയം എപ്പോഴാണ് ആദ്യമായിട്ട് വന്നറിയാം? 1906 വെച്ച് നടന്ന 1906 കൽക്കട്ടയിൽ വെച്ച് നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്യുന്നത്, സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം എന്ത് ചെയ്ത്, കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ ലക്ഷ്യം സ്വരാജ് ആണെന്നുള്ളത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഈ സ്വരാജ് എന്നുള്ള സാധനം പിന്നീട് പൂർണ്ണ സ്വരാജ് ആവുന്നത് 1929 ലാഹോറിൽ വെച്ച് നടന്ന സെഷനിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയ സമ്മേളനത്തിലാണ്. അത് നമ്മൾ ആ ഡിസ്കഷൻസിൻ്റെ അകത്ത് നമ്മൾ പറയും. അങ്ങനെ സ്വരാജ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ എന്ത് ചെയ്തു, വേൾഡ് വാറിൽ ബ്രിട്ടൻ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. വേറൊരു വിഭാഗം അന്ന് ഇന്ത്യയിൽ തലപൊക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരാണ് വിപ്ലവകാരികൾ അഥവാ റെവല്യൂഷണറീസ്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന വിപ്ലവകാരികൾ. ഓക്കെ, അതിൽ ചിലർ ഇതൊരു അവസരമാണ്, വേൾഡ് വാർ നമുക്ക് ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ കിട്ടിയ ഒരു അവസരമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തു, ബ്രിട്ടനെതിരെ ഒരു സായുധ വിപ്ലവത്തിന് തയ്യാറെടുത്തു. അതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗദർ മൂവ്മെന്റും ഗദർ പാർട്ടിയും. ഓക്കെ, അത് നമ്മുടെ പ്രസന്റ് നോർത്ത് അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അവർ ഇന്ത്യയിൽ സായുധ വിപ്ലവത്തിന് വേണ്ടി വന്നു. അവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ് കോമഘട്ടമാര് എന്ന് പറഞ്ഞ ഇൻസിഡന്റും അതിനനുബന്ധിച്ചിട്ട് ഈ ഗദർ പാർട്ടിയുടെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാനുള്ളതാണ്. പിന്നെ പഠിക്കാനുള്ളതാണ് ബെർലിൻ കമ്മിറ്റി, യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ബെർലിൻ കമ്മിറ്റി. ഓക്കെ, ഈ പറഞ്ഞ വേൾഡ് വാറിന് ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന റെസ്പോൺസ് ആണ് പിന്നീട് ഹോം റൂൾ ലീഗുകൾ എന്നുള്ള ഈ പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഹോം റൂൾ ലീഗുകൾ ഈ സമയത്ത് വേൾഡ് വാറിന് റിയാക്ഷൻ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതിന് പ്രധാനപ്പെട്ട രണ്ട് ലീഡേഴ്സ് ഉണ്ട്, ഒന്ന് ബാൽ ഗംഗാധർ തിലകും, രണ്ട് ആനി ബസന്റും. ഇവർ രണ്ടുപേരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഹോം റൂൾ ലീഗുകൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫോം ചെയ്യപ്പെട്ടു. ഒരു കാലത്ത് കോൺഗ്രസ് നിർജീവമായ സമയത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ സമരങ്ങളെ കുറച്ചും കൂടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഹോം റൂൾ ലീഗുകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനം എന്ത് ചെയ്തിട്ടുണ്ട്, പിൽക്കാലത്ത് ഗാന്ധിയുടെയൊക്കെ വരവിന് ശേഷം എന്ത് ചെയ്തു, ഇവിടുന്ന് രാഷ്ട്രീയ സമരങ്ങൾക്കൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം യുദ്ധം നടക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, 1915 ഇന്ത്യയിലേക്ക് ഒരാൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ആരാണ്? ഗാന്ധി. ഓക്കെ, 1915 ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷക്കാലത്തെ രാഷ്ട്രീയ സമര ജീവിതങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് 1915 പിന്നീട് അങ്ങോട്ട് നമ്മൾ ഗാന്ധിയുടെ മൂവ്മെന്റ്സ് വേറെ തന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ 1914 മുതൽ 1919 വരെ നടന്ന എന്തൊക്കെയാണ് ഗാന്ധിയുടെ മൂവ്മെന്റ്സ് അല്ലാതെ നടന്നിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ട്രേസ് ചെയ്യുന്നത്. ഗാന്ധി കാരണം തുടക്കത്തിലെ കുറച്ച് 4-5 വർഷങ്ങളോളം എന്തായിരുന്നു, ഗാന്ധി ഒരു നാഷണൽ ലെവലിൽ ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിൽ സജീവമല്ലായിരുന്നു. പിന്നീട് പതിയെ ഒരു 1919 ഒക്കെ ആകുമ്പോഴാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ വേൾഡ് വാറിന്റെ റിയാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സൂററ്റിൽ ഓൾറെഡി തെറ്റിപ്പിരിഞ്ഞു പോയ കോൺഗ്രസും ഇവരും കൂടെ ഒരുമിച്ച് വരുന്നതാണ് ലക്നൌവിൽ നടന്ന സമ്മേളനം. ഓക്കെ, ലക്നൗ സെഷൻ.
1916 ലക്നൌവിൽ വെച്ച സമ്മേളനത്തിൽ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും പരസ്പരം പണക്കങ്ങളൊക്കെ മാറി തിരിച്ചു വരികയും അതിൻ്റെ കൂടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഇനി മുതൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ തീരുമാനിച്ചു. ഇതിന് ശേഷം 1960 ശേഷം ഇത്രയും ആളുകൾ ഒരുമിച്ച് വന്നതോടുകൂടി പൊളിറ്റിക്കലി ഇന്ത്യയിലുള്ള എല്ലാ നാഷണൽ ലീഡേഴ്സും കൂടെ ഒന്ന് സ്ട്രോങ് ആയി ഇതിൻ്റെ കൾമിനേഷനായിട്ട് പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്തു, ഒരുപാട് മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ ലക്നൗ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1960 അകത്തുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് 1919 ആയ സമയത്ത് നടന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു 2 സംഭവങ്ങൾ. നമ്മൾ ഓൾറെഡി മോർലി മിൻറ്റോ റിഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം 1909 വന്നത് പഠിച്ചു. 10 വർഷങ്ങൾക്കപ്പുറം എന്ത് ചെയ്തു, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിൽ ഇന്ത്യയിൽ പുതിയ കുറേ റിഫോംസ് ആയിട്ട് ബ്രിട്ടീഷുകാർ വന്നു. ഞാൻ പറഞ്ഞു, ഇത്തരം റിഫോംസുകളും ആക്ടുകളും 1857 ശേഷം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഇന്ത്യക്കാരെ കൂടുതൽ ബ്രിട്ടനായിട്ട് അടുപ്പിക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ഓരോ നിയമങ്ങളും 1857 ശേഷം വന്നതിൻ്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇന്ത്യക്കാരെ എന്ത് ചെയ്യുക, ബ്രിട്ടനായിട്ട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഓരോ റിഫോംസും കൊണ്ടുവന്നത്. അപ്പം മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഈ സമയത്ത് വന്നു. ഇതിനെ പൊതുവെ ഒരു ക്യാരറ്റ് ആയിട്ടാണ് പിന്നീട് വിശേഷിക്കപ്പെട്ടത്. അതായത് ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ക്ലോസസ് ഒക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ ആക്ട് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇതിന് പകരം സ്റ്റിക്കായിട്ട് ഇതേ സമയത്ത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ, ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഓക്കെ, സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ലാത്തിനെ കൊണ്ട് അടിക്കുക. ഇതിന് സ്റ്റിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതേ സമയത്ത് കൊണ്ടുവന്ന മറ്റൊരു നിയമമാണ് റൗളറ്റ് ആക്ട്. ഓക്കെ, റൗളറ്റ് ആക്ട് ഇതൊരു കരി നിയമമാണ്. കരി നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യങ്ങൾ, ജനങ്ങൾക്കുള്ള പേഴ്സണൽ ലിബർട്ടീസ്, പൗരസ്വാതന്ത്ര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ടുള്ളൊരു നിയമമായിരുന്നു. ഈ റൗളറ്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, ഇന്ത്യൻ്റെ അകത്ത് ആളുകളെ വിചാരണ കൂടാതെ തടവിൽ വെക്കാനൊക്കെ ഉള്ള അധികാരങ്ങൾ കിട്ടി. ഈ റൗളറ്റ് ആക്ടിനോടുള്ള റിയാക്ഷനാണ് ഇന്ത്യയിൽ പിന്നീട് നടന്ന ഒരുപാട് സമരങ്ങൾ. ഓക്കെ, ആൻറ്റി റൗളറ്റ് സത്യാഗ്രഹ ഇതിൻ്റെ ബേസിൽ എന്ത് ചെയ്തു, ഗാന്ധി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റിയാക്ഷനായിട്ട് നടന്ന ഒരു പ്രൊട്ടസ്റ്റ് കൈവിട്ട് പോയച്ച് വലിയൊരു സംഭവമായിട്ട് പിൽക്കാലത്ത് അറിയപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ് മാസക്കേർ. ഓക്കെ, ഇതൊക്കെ കണക്റ്റഡ് ആണ്. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, സോ ഇത്രയാണ് 1914 മുതൽ 1919 വരെ നടന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 1915 ഇതിൻ്റെ ഇടയിൽ ആര് വരുന്നുണ്ട്, ഗാന്ധി. അപ്പം ഇനി നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്നത് ഗാന്ധിയുടെ മൂവ്മെൻറ്റ്സിലൂടെ ആയിരിക്കും. ഗാന്ധി എന്തൊക്കെയാണ് ചെയ്തത്, ഗാന്ധിയുടെ സമരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരൊറ്റ സ്ട്രക്ചർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഗാന്ധി എന്താണെന്നും ഗാന്ധിയുടെ സമരങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ കടൽ പോലെ കിടക്കും, പല ഭാഗങ്ങളിൽ കഷ്ണം കഷ്ണമായിട്ട് കിടക്കും. ഞാൻ മൊത്തത്തിൽ ഗാന്ധിയുടെ സമരങ്ങൾ മൊത്തത്തിൽ ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംഗ്രഹിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഗാന്ധിയുടെ മൂവ്മെന്റ്സ് എപ്പോഴും പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ ലൈഫാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ സമരങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടായിരുന്ന വിവേചനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളായിട്ട്, ശക്തമായ സമരങ്ങളായിട്ട് ഗാന്ധി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ സമര പരിപാടികളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതായത് 1959 മുൻപ്. ഓക്കെ, ഈ 1950 ശേഷം അദ്ദേഹം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുകയും ഇന്ത്യയിലെത്തിയ പിന്നെ ഇന്ത്യയിലുള്ള സമരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഏതാണെന്ന് നോക്കാം. ആദ്യം ഗാന്ധി ഇന്ത്യയിൽ പങ്കെടുത്ത ഒരു സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരനിൽ നടന്നിട്ടുള്ള ഒരു കർഷക സമരം, ഒരു കർഷകരുടെ ഒരു ഇഷ്യൂവിൽ ഇടപെട്ടതാണ് ഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ ഗാന്ധിയുടെ ഒരു സമര പരിപാടി. ഓക്കെ, അതിനുശേഷം ഇത് നടക്കുന്നത് 1917 ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചമ്പാരൻ കഴിഞ്ഞാൽ പിന്നെ ഗാന്ധി പങ്കെടുത്തിട്ടുള്ളത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിൽ എന്ത് ചെയ്തു, ഒരു തൊഴിലാളി സമരം ഉണ്ടായിരുന്നു, വർക്കേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ പോയിട്ട് ഗാന്ധിയുടെ ഇൻവോൾവ്മെന്റ് കൂടി ഗാന്ധി ആ സമരത്തിലും പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ തന്നെ ഉള്ള വേറൊരു സ്ഥലമാണ്
കേദാ സത്യാഗ്രഹ എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഓക്കെ, ഈ കേദാ സത്യാഗ്രഹയും ഈ പറഞ്ഞ അഹമ്മദാബാദും 1918 തൊട്ടടുത്ത വർഷം നടന്നിട്ടുള്ളതാണ്. ഈ തുടക്കത്തിൽ ഗാന്ധി നടത്തിയ 3 സമരങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് 3 റീജിയണൽ ആയിരുന്നു. പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട്, അതായത് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുള്ളായിരുന്ന സമരങ്ങളാണ്. ചമ്പാരൻ ആയിക്കോട്ടെ, അഹമ്മദാബാദ് ആയിക്കോട്ടെ, കേദ ആയിക്കോട്ടെ, ഇത് 3 സക്സസ്ഫുൾ ആയിരുന്നു. ഗാന്ധിയുടെ മിയർ പ്രസൻസ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ ആശയക്കുഴപ്പത്തിലാക്കി. ഗാന്ധിയുടെ സത്യാഗ്രഹ എന്ന് പറഞ്ഞൊരു സമര തന്ത്രം ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു. ഓക്കെ, അതെന്താന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചിരിക്കുക. ഓക്കെ, ഇതിനുശേഷം ഫസ്റ്റ് നടന്നൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള സമരമാണ് റൗളട്ട്സ് നിയമത്തിനെതിരെ നടന്നിട്ടുള്ള റൗളട്ട് സത്യാഗ്രഹ. റൗളട്ട് സത്യാഗ്രഹ ഇതാണ് ഗാന്ധി ഏകോപിപ്പിച്ച അല്ലെങ്കിൽ ഗാന്ധി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ ഓൾ ഇന്ത്യ സമരം. ഓക്കെ, ഇതിനുശേഷം ഗാന്ധി ഓർഗനൈസ് ചെയ്തിട്ടുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട സമരമാണ് ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹരണ പ്രസ്ഥാനം, നിസ്സഹരണ സമരം. ഓക്കെ, ഇത് ഗാന്ധി ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു അടുത്ത പ്രധാനപ്പെട്ട സമരമാണ്. ഓക്കെ, റൗളട്ട് സത്യാഗ്രഹം നടക്കുന്ന എപ്പോഴാണ്? 1919 അതിന്റെ തൊട്ടടുത്ത വർഷം ലോഞ്ച് ചെയ്ത ഒരു ഓൾ ഇന്ത്യ സമരമാണ് ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഗാന്ധി ഓർഗനൈസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട സമരമാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് 1930. ഓക്കെ, എക്സാക്ട്ലി ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 30 വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? അടുത്ത ഗാന്ധിയുടെ ഒരു മേജർ മൂവ്മെന്റ് ആക്ച്വലി വന്നു. അത് കഴിഞ്ഞ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്നാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. ഗാന്ധി അല്ല അതിന്റെ മെയിൻ ലീഡർ, ബട്ട് ഗാന്ധി ആ സമയത്ത് അതിന്റെ ഏകോപനത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗാന്ധി അല്ലായിരുന്നു അതിനെ ലീഡ് ചെയ്തത്, ബട്ട് ഗാന്ധി അതിന്റെ ഒരു ലീഡറായിട്ട് അതിന്റെ മുന്നിൽ നിന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് എക്സാക്ട്ലി 1941 നടക്കുന്നത്. അതായത് 1931 കഴിഞ്ഞൊരു 10 വർഷത്തിനിപ്പുറം, 10-11 വർഷത്തിന്റെ അപ്പുറം. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ 1941. ഓക്കെ, 41. ഓക്കെ, അതിനുശേഷം വന്നിട്ടുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പം ഇത്രയാണ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മൂവ്മെന്റ്സ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഗാന്ധിയുടെ മൂവ്മെന്റ്സ് ഇങ്ങനെ പഠിക്കണം. ഗാന്ധിയുടെ മൂവ്മെന്റ്സ് നിങ്ങൾ പുസ്തകങ്ങളിലേക്ക് പോയാൽ അത് കടല് പോലെ പല ഭാഗങ്ങളിൽ പല കഷ്ണങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നെടുക്കുക. ഓക്കെ, ചമ്പാരൻ ആദ്യം പഠിക്കാൻ പോകും. പുസ്തകം എടുക്കുക, ചമ്പാരൻ തപ്പുക, ചമ്പാരൻ പഠിക്കുക, നോട്ട് ഉണ്ടാക്കുക. അഹമ്മദാബാദ് പഠിക്കണം. അങ്ങനെ ഓരോന്നെടുത്ത് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കഥ പറയും പോലെ പുസ്തകം ഒരു കഥ അങ്ങനെ പറയും. ഈ ചമ്പാരൻ പറഞ്ഞ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏതെങ്കിലും കഥ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ അതാണ് ഗാന്ധിയുടെ മൂവ്മെന്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇതിന് മൊത്തത്തിൽ നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയും മൂവ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഗാന്ധിയുടെ മൂവ്മെന്റ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1920 നടന്ന ഏറ്റവും വലിയ മൂവ്മെന്റ് ഏതായിരുന്നു? ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്. ഓക്കെ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഓക്കെ, ഖിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒരു എൻഡ് വരുന്നത് 1922 ചൗരി ചൗര എന്ന് പറഞ്ഞൊരു അത്ര പേര് കേട്ടിട്ടില്ലാത്ത ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തിൽ ഒരു പോലീസുകാർ 22ഓളം പോലീസുകാരെ സമരക്കാർ പോലീസ് സ്റ്റേഷനിൽ തീയിട്ട് കൊന്നൊരു ഇൻസിഡന്റിന് ശേഷം എന്ത് ചെയ്തു? ചൗരി ചൗര എന്ന് പറഞ്ഞ ഇൻസിഡന്റിന് ശേഷം എന്ത് ചെയ്തു? ഗാന്ധി ഈ സമരം നിർത്തിവെച്ചു. ചൗരി ചൗര. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ 1920 ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്.
ചൗരി ചൗര സമരം അതോടുകൂടി എന്ത് ചെയ്തു, സമരം അവസാനിപ്പിക്കുകയും ഇനി കോൺഗ്രസ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം വന്നു. അവിടെ ഗാന്ധി എന്ത് പറഞ്ഞു, സമരമൊക്കെ നിർത്തി, ഇനി നമ്മൾ കൺസ്ട്രക്റ്റീവ് വർക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞു. കൺസ്ട്രക്റ്റീവ് വർക്കിലേക്ക് പോകണം എന്നുള്ളത് ഗാന്ധി ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഭാഗം ആളുകൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മൾ സമരമില്ലാത്ത സമയങ്ങളിൽ നമ്മൾ പ്രവർത്തകർ എന്ത് ചെയ്യണം, ഗ്രാമങ്ങളിലേക്ക് പോവുക, ഈ പറഞ്ഞ ദേശീയ ബോധം എത്താത്ത ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ദേശീയ ബോധം വളർത്തിയെടുക്കുന്ന വേണ്ട താഴെ തട്ടിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കുറച്ച് സമയം എടുത്തിട്ട് ജനങ്ങളെ അടുത്തൊരു സമരത്തിലേക്ക് തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതായിരുന്നു എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റീവ് വർക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ അത് എല്ലാ ആളുകൾക്കും ഒരു പക്ഷെ ചെയ്തു കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ലായിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് ആ സമയത്ത് വന്നൊരു പ്രധാനപ്പെട്ട ട്രെൻഡായിരുന്നു ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ളത് നോ ചേഞ്ചേഴ്സ് അഥവാ സ്വരാജിസ്റ്റുകൾ എന്ന് പറയും. അത് കോൺഗ്രസ്സിൽ ആ സമയത്ത് വന്ന വേറൊരു തോട്ടായിരുന്നു. ഇവർ വാദിച്ചിരുന്നത്, നോ ചേഞ്ചേഴ്സ് വാദിച്ചിരുന്നത്, ഓക്കെ കൺസ്ട്രക്റ്റീവ് വർക്കൊക്കെ ശരി, പക്ഷെ ഞങ്ങളുടെ സ്ട്രാറ്റജി വേറെയാണ്. അവർക്ക് വരുന്ന നിയമസഭാ ഇലക്ഷനുകളിൽ, അതായത് 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് നിയമപ്രകാരം എന്ത് ചെയ്തു, ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻസിന്റെ ഭാഗമായിട്ട് മത്സരിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻസ് ഭാഗമായിട്ട് ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, ഇന്ത്യയുടെ ബ്രിട്ടൻ അണ്ടറിലുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുകയും അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തണമെന്നായിരുന്നു നോ ചേഞ്ചേഴ്സ് വാദിച്ചിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും എന്ത് ചെയ്തു, കോൺഗ്രസിന്റെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് രണ്ട് ഭാഗത്തേക്കായി. ഈ നോ ചേഞ്ചേഴ്സിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഖിലാഫത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി CKSP എന്ന് പറഞ്ഞൊരു പാർട്ടിയൊക്കെ ഫോം ചെയ്തിട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു വാക്കിലെത്തി. ഗാന്ധിയുടെ ഇൻവോൾവ്മെന്റോട് കൂടി എന്ത് ചെയ്തു, CKSPയെ INCയുടെ തന്നെ ഉള്ളിലുള്ള ഒരു വിഭാഗമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. ഓക്കെ, സോ ഈ ഒരു കാലഘട്ടം ഇങ്ങനെ സംഭവബഹുലമായിട്ട് പോയി. പിന്നീട് ഈ സമയത്ത് നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1927 നടന്നിട്ടുള്ള സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞുള്ള ഒരു കമ്മീഷൻ ഇന്ത്യയിൽ വരികയും ആ കമ്മീഷനെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എന്താ പറയുക സമരങ്ങളുമാണ് പിന്നീട് ഈ പറഞ്ഞ കാലഘട്ടത്തിനെ എന്താ പറയുക സമരം കൊണ്ട് ആളി കത്തിക്കുന്നത്. സൈമൺ കമ്മീഷന്റെ സ്റ്റാർട്ട് ആക്ച്വലി വരുന്നത് 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് നിയമത്തിൽ നിന്നാണ്. ഈ മൊണ്ടേഗോ ചെംസ്ഫോർഡ് നിയമത്തിന്റെ നിയമം എടുത്ത് വായിച്ചാൽ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം 10 വർഷങ്ങൾക്ക് ശേഷം ഈ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസിലൂടെ ബ്രിട്ടീഷുകാർ ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ അതോ ശരിയായ രീതിയിലാണോ ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്യുന്നു. ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യും 10 വർഷം. അതായത് അപ്പോയിന്റ് ചെയ്യേണ്ടിയിരുന്ന വർഷം ഏതാണ്, 1929. പക്ഷേ കുറച്ച് നേരത്തെ അവർ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ അവർ നേരത്തെ ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളൂ. ഓക്കെ, 1927 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. ഓക്കെ, ഈ സൈമൺ കമ്മീഷന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ഈ സൈമൺ കമ്മീഷനായിട്ട് പിന്നെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് എന്ത്, വേറെ ചില ഇന്ത്യയിലുള്ള സംഭവ വികാസങ്ങൾ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരികയും ഈ സൈമൺ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ ബ്രിട്ടീഷുകാർ നടത്തുകയും ചെയ്തു. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ കഴിഞ്ഞതിന്റെ റിസൾട്ടായിട്ട് ഒരു വൈറ്റ് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ ചർച്ചകളുടെ ഭാഗമായിട്ട് രൂപീകരിച്ചിട്ടുള്ള നിയമമാണ് 1935 വന്നിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഈ ഓരോ സാധനം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. നമ്മൾ ഈ കണക്ഷൻ ഉണ്ടാക്കി തരിക മാത്രമാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസിനകത്ത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുകയും ആ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് RTC റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടത്തുന്നതും അതിന്റെ റിസൾട്ടാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. പുസ്തകത്തിൽ ഇത് അവിടെ ഇവിടേക്കായിട്ടേക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് തന്നെ 3 നടന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മാത്രമേ INC പങ്കെടുക്കുന്നുള്ളൂ. ഓക്കെ, INC ആ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ കാരണം അന്നത്തെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ലോർഡ് ഇർവിനായിട്ട് ഒരു പാക്ട് ഒപ്പുവെച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, INC അതിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അതാണ്, ഗാന്ധി ഇർവിൻ പാക്ട്. ഓക്കെ, ഈ ഗാന്ധി ഇർവിൻ പാക്ടിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ
സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ INC പങ്കെടുക്കുന്നത്. സോ ഓർത്തിരിക്കുക, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും ആര് പങ്കെടുത്തിട്ടില്ല? INC പങ്കെടുത്തിട്ടില്ല. റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടക്കുന്നത് 1930s 30, 31, 32 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ. ഓക്കെ, ആ വർഷങ്ങൾ ഓർത്തിരിക്കാം. സോ സൈമൺ കമ്മീഷനും ആ കഥകളും ഒക്കെ ഇങ്ങനെ പോകുന്ന ഒരു സൈഡിൽ കൂടെ. ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഇതേ കാലത്ത് തന്നെ എന്ത് ചെയ്തു, ഈ സൈമൺ കമ്മീഷൻ വന്നതിന്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. സൈമൺ കമ്മീഷൻ എന്തിനാ വന്നത്? ഇന്ത്യയിലുള്ള, അതായത് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ, സക്സസ് ആണോ പരാജയമാണോ എന്ന് പഠിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് ലോർഡ് ബ്രിക്കൻഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തു, ഇന്ത്യക്കാരെ വെല്ലുവിളിച്ചു. ലോർഡ് ബ്രിക്കൻഹെഡ് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട്, വെല്ലുവിളി സിമ്പിളാണ്, ഇത്രയാണ് അയാൾ വെല്ലുവിളിച്ചത്. ഇന്ത്യക്കാർക്ക് യാതൊരു കാരണവശാലും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ഭരണഘടന രൂപീകരിക്കാൻ പറ്റില്ല, അതിനുള്ള കഴിവ് ഇന്ത്യക്കാർക്കില്ല എന്ന് കളിയാക്കിക്കൊണ്ട് ഇന്ത്യക്കാരെ അവഹേളിച്ച സമയത്ത് കുറെ ലീഡേഴ്സ് അന്ന് എന്ത് ചെയ്തു, ഒരുമിച്ച് വരികയും ആ ചലഞ്ച് സ്വീകരിക്കുകയും ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷനെ ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോട്ടിലാൽ നെഹ്റു എന്ന് പറഞ്ഞിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനായ മോട്ടിലാൽ നെഹ്റു. ഓക്കെ, നെഹ്റു ആയിരുന്നു. പിൽക്കാലത്തത് നെഹ്റു റിപ്പോർട്ട് എന്നുള്ള പേരിൽ ഒരു റിപ്പോർട്ട് അവർ സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊണ്ടുവരണം, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് കൊടുക്കണം എന്ന് എക്സ്ട്രാ ആവശ്യങ്ങളായിട്ട് ആര് വന്നു? ജിന്ന വന്നു. ഈ നെഹ്റു റിപ്പോർട്ടിൽ എഴുതി ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിന്ന എന്ത് ചെയ്തു, ഒരു 14 ഡിമാൻഡ്സ് എന്ത് ചെയ്തു, 14 പോയിന്റ്സ് ഡിമാൻഡ്സ് എന്ത് ചെയ്തു, സമർപ്പിച്ചു. ഓക്കെ, ഇതാണ് ജിന്നയുടെ 14 പോയിന്റ് എന്നുള്ളത്. പിന്നീട് ജിന്നാസ് 14 പോയിന്റ് എന്നുള്ളത് പിൽക്കാലത്ത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയൊക്കെ സംഭവങ്ങൾ കൊണ്ട് സംഭവ ബഹുലമായിരുന്നു എന്ത്, ഈ ഒരു കാലഘട്ടം. പിന്നീട് 1930 നിങ്ങൾ ഓർക്കേണ്ടത് എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിയുടെ മൂവ്മെന്റ്സിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് മുന്നിലേക്കുള്ള ഒരു റണ്ണപ്പായിട്ട് പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്, അതിന് മുന്നത്തെ തൊട്ട് 2 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ടായിരുന്നത് 1928 1929 നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ സെഷൻസും അവിടെ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. 1928 മോട്ടിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലും അതായത് നെഹ്റുവിന്റെ അച്ഛനും, തൊട്ടടുത്ത വർഷം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുമാണ് ഈ സമ്മേളനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റുമാരായിരുന്നുണ്ട്. അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കീ പോയിന്റ് ഇത്രയാണ്, 1929 നടന്ന സെഷൻ, ലാഹോർ സെഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, സ്വരാജ് എന്ന് പറഞ്ഞ ആശയത്തിനെ മാറ്റിയിട്ട് കോൺഗ്രസ് എന്തിനെ ആക്സെപ്റ്റ് ചെയ്തു? പൂർണ്ണ സ്വരാജ്, അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. സ്വരാജ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്, അതായത് ഭാഗികമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതായത് ഡൊമീനിയൻ സ്റ്റാറ്റസ്. ബ്രിട്ടൻ അണ്ടറിൽ തന്നെ ബ്രിട്ടൻ ആയിരിക്കും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുക, പക്ഷേ ഗവൺമെന്റ് ഒക്കെ ഫോം ചെയ്യുന്നത് ഇന്ത്യക്കാരായിരിക്കും, ബ്രിട്ടൻ അണ്ടറിൽ തന്നെ. അതിൽ നിന്നും കുറച്ചും കൂടെ എന്താ പറയാ, റാഡിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്ത്, പൂർണ്ണ സ്വരാജ്. ബ്രിട്ടനായിട്ടുള്ള ബന്ധമേ നമ്മൾ വിച്ഛേദിക്കുക, ഇനി ബ്രിട്ടനായിട്ടൊരു ബന്ധമേ ഇല്ല നമുക്ക്. അതാണ് പൂർണ്ണ സ്വരാജ് എന്ന് പിന്നീട് അറിയപ്പെടുന്നത്, പൂർണ്ണ സ്വരാജ്. ഓക്കെ, ഇത് 1929 നടന്നതാണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളായിരുന്നു 1920 മുതൽ 1930 വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും. ഓക്കെ, അങ്ങനെ 1930 എന്ത് ചെയ്തു, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ 1930 എന്താണ് നടന്നത്? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, 1930 എന്ത് ചെയ്തു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, ഈ 1939 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ എടുക്കാൻ കാരണം എന്താ, 1939 എന്ത് ചെയ്തു, സെക്കൻഡ് വേൾഡ് വാറും സ്റ്റാർട്ട് ചെയ്തു. സോ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് തൊട്ടിട്ട് സെക്കൻഡ് വേൾഡ് വാർ വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ഇടയിൽ ഇന്ത്യയിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇന്ത്യയിൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ളത് ഉപ്പു സത്യാഗ്രഹം. ഓക്കെ, ഗാന്ധിയുടെ ദണ്ഡി മാർച്ച്. ഓക്കെ, ഈ ദണ്ഡി മാർച്ചിന്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്തു, ഗാന്ധി
ഉപ്പ് നിയമം തെറ്റിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സ്വന്തമായിട്ട് കടൽ തീരത്ത് പോയിട്ട് ദണ്ഡി കടപ്പുറത്ത് പോയിട്ട് ഉപ്പുണ്ടാക്കി എടുത്തു നിയമത്തിനെ വെല്ലുവിളിച്ചു, നിയമം തെറ്റിച്ചു. അതാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അത് ഇന്ത്യയിൽ വലിയൊരു എന്താ പറയുക പ്രതിഷേധമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്താണെന്നും ഗാന്ധിയുടെ സമരങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് കാര്യങ്ങൾ. സിവിൽ ഡിസോബീഡിയൻസ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഗാന്ധിയുടെ എല്ലാ മൂവ്മെന്റ്സിനെ അപ്രോക്സിമേറ്റ്ലി ഒരു 10 വർഷത്തെ ഗ്യാപ്പ് കാണാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 ഓക്കെ, അത് കഴിഞ്ഞ തൊട്ട 10 വർഷം ഗ്യാപ്പ് കഴിഞ്ഞ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് 1930. അപ്രോക്സിമേറ്റ്ലി ഒരു 12 വർഷത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പം ഗാന്ധിയുടെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് ഒക്കെ ഒരു 10 വർഷം ഗ്യാപ്പ് ഇടവിട്ടിട്ടാണ് നടക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജീനെ നമ്മൾ ഗാന്ധി എപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ള സ്ട്രഗിൾ ട്രൂസ് സ്ട്രഗിൾ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. അതായത് ഒരു സമരം നടന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വേണം അടുത്ത സമരം നടന്നതിന് വേണ്ടി. സ്ട്രഗിൾ നടത്തുക, ഗ്യാപ്പ് വേണം, അടുത്ത സ്ട്രഗിൾ. സോ ഫസ്റ്റ് ഒരു സ്ട്രഗിൾ നടത്തുക. കാരണം എന്താണ്, ഒരു സമരം ഒരുപാട് കാലം കണ്ടിന്യൂസ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൂലി തൊഴിലാളിക്ക് എത്ര വർഷം സമരം പണിക്ക് പോകാണ്ട് സമരത്തിന് ഇരിക്കാൻ വേണ്ടി പറ്റും? അദ്ദേഹം പണിക്ക് പോയി കൂലിക്ക് പണിയെടുത്ത് കൂലി കിട്ടിയാൽ അദ്ദേഹത്തിനെ ആശ്രയിക്കുന്ന ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം എന്താ പറയാ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരു സമരം ഒരുപാട് കാലം കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ എല്ലാ സമരം കഴിഞ്ഞാലും ഒരു ട്രൂസ് പീരീഡ് വേണം, ഒരു സമാധാനത്തിന്റെ ഒരു കാലം വേണം. വീണ്ടും ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങിയിട്ട് അടുത്ത സമരത്തിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതാണ് STS. അതുകൊണ്ടാണ് ഗാന്ധിയുടെ മൂവ്മെന്റ്സ് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കത്തിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞത് ഏകദേശം ആ ഒരു ടൈം ആയ സമയത്ത് 1932 ബ്രിട്ടീഷുകാർ അടുത്ത ബോംബ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്തൊരു ഇന്ത്യക്കാരെ എങ്ങനെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതിനെ പറ്റി പ്ലാൻ ചെയ്ത് അവർ കൊണ്ടുവരുന്ന ഡിവൈഡ് ആൻഡ് റൂളിന്റെ അടുത്ത ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഡിപ്രസ്ഡ് ക്ലാസുകൾക്ക് അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ബാക്കി സിഖ് കമ്മ്യൂണിറ്റീസിനൊക്കെ കൊടുത്തതുപോലെ സ്പെഷ്യൽ റെപ്രസെന്റേഷൻ, ഓക്കെ, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വിഭാഗമാണ് ഡിപ്രസ്ഡ് ക്ലാസ്. ഓൾമോസ്റ്റ് താഴത്തുള്ള ഒരു 20% ഉള്ള ജനങ്ങൾ, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ 20% വരുന്ന ജനങ്ങളാണ് ഈ ഡിപ്രസ്ഡ് ക്ലാസ്. അപ്പൊ ഇവർക്ക് ഒരു വേറെ തന്നെ ഒരു എന്താ പറയാ ഒരു അധികാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് അംബേദ്കറിനെ തുടങ്ങിയിട്ടുള്ള ഡിപ്രസ്ഡ് ക്ലാസസിന്റെ ലീഡേഴ്സായ അംബേദ്കർ, ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ വലിയ റോള് വഹിച്ചിട്ടുള്ള ആളാണ് അംബേദ്കർ. അപ്പൊ അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ വായിച്ചിരുന്നത് ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിനെ വേറെ തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പരിഗണിക്കാതെ വേറൊരു റിലീജിയനായിട്ട് അല്ലെങ്കിൽ വേറൊരു വിഭാഗമായിട്ട് തന്നെ പരിഗണിച്ച് അവർക്ക് സ്പെഷ്യൽ റെപ്രസെന്റേഷൻ ഒക്കെ കൊടുക്കണം അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്നുള്ള ആവശ്യം ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾക്ക് പോയ സമയത്ത് ആവശ്യപ്പെടുകയും അതിന്റെ റിസൾട്ടായിട്ട് റംസെ മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഗാന്ധി ഇതിന് നേരെ ഓപ്പോസിറ്റ് നിന്നിട്ട് സമരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് നടന്നു. ഗാന്ധി എന്ത് ചെയ്തു, ഈ പറഞ്ഞ കമ്മ്യൂണൽ അവാർഡിന് എതിരായിട്ടായിരുന്നു ഗാന്ധി നിലപാടെടുത്തിട്ടുണ്ടായിരുന്നത്. ഗാന്ധി പറഞ്ഞു കമ്മ്യൂണൽ അവാർഡ് കൊടുക്കലല്ല ഡിപ്രസ്ഡ് ക്ലാസിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടത്, അവർക്ക് എന്താ പറയാ വേറെ കുറെ അതായത് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം കൊടുത്താൽ എന്ത് ചെയ്യത്തില്ല, ഈ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സാധനം സമൂഹത്തിൽ നിന്ന് പോകത്തില്ല എന്നുള്ളത് ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞു. അതിന് ഗാന്ധി പകരം എന്താ പറഞ്ഞത്, ഈ അൺടച്ചബിലിറ്റിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സമൂഹത്തിന് ഈ തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് ഒഴിവാക്കാൻ വേണ്ടി സാമൂഹികമായിട്ടുള്ള മാറ്റമാണ് വേണ്ടത്. അല്ലാതെ ഒരു നിയമത്തിലൂടെ ഡിപ്രസ്ഡ് ക്ലാസിനെ വേറെ കമ്മ്യൂണിറ്റിയെ പരിഗണിച്ചതിനെ കൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഗാന്ധിയും വാദിച്ചു. ഓക്കെ, അങ്ങനെ ഗാന്ധിയുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഈ കമ്മ്യൂണൽ അവാർഡ് എടുത്തൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പൂനെയിൽ വെച്ചിട്ട് ഒരു പാക്ട് ഒപ്പുവെക്കുന്നു. പൂന പാക്ട് എന്ന് പിന്നീട് അറിയപ്പെടുന്നു. മദൻ മോഹൻ മാളവ്യ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരും ഈ പറഞ്ഞ BR അംബേദ്കറും കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു ഒപ്പുവെച്ചതോടുകൂടി കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞ സാധനം തള്ളിക്കളയുകയും അതിന് പകരം അവിടെ എന്ത് ചെയ്തു, ജോയിന്റ് ഇലക്ടോറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ജോയിന്റ് ഇലക്ടറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പോലെ തന്നെ ഡിപ്രസ്ഡ് ക്ലാസ് മാത്രമല്ല തിരഞ്ഞെടുക്കുക, ഒരു ഡിപ്രസ്ഡ് ക്ലാസ്സിന് റിസർവേഷൻ ഉണ്ടാവും. ഓക്കെ, ഇത്ര ശതമാനം സീറ്റ് ഡിപ്രസ്ഡ് ക്ലാസ്സിന് റിസർവ്ഡ് ആയിരിക്കും.
പക്ഷെ അവരെ ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിച്ചിട്ട് തിരഞ്ഞെടുക്കാൻ പോണത് അത്ര ആരൊക്കെ ആയിരിക്കും? ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചിട്ടായിരിക്കും. ഓക്കെ, ജോയിന്റ് ഇലക്ട്രേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ ഈ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒബ്വിയസ്ലി എന്ത് നടക്കും? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഒരുപാട് കാലം നീങ്ങത്തില്ല. അതിനെന്ത് ചെയ്തു? ഒരു ബ്രേക്ക് വേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, ആ ബ്രേക്കിന്റെ ഭാഗമായിട്ട് 1934 ഒക്കെ ആയ സമയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധി സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് വീണ്ടും കോൺഗ്രസിൽ ഒരു ചോദ്യം വന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഭാഗമായിട്ട് 1934 ഇലക്ഷൻ അവർ പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നടന്നൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതുവരെ പ്രൊവിൻസുകൾ എന്ന് പറഞ്ഞാൽ ഓട്ടോണോമി ഇല്ലായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ ഇന്ത്യ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ബ്രിട്ടീഷ് പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. ഓക്കെ, ബോംബെ, മദ്രാസ്, ബംഗാൾ, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇന്ത്യയിലെ പ്രൊവിൻസസ് ബ്രിട്ടീഷിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രൊവിൻസുകൾക്കൊന്നും എന്തില്ലായിരുന്നു. ഈ പ്രൊവിൻസുകൾ ഇന്നത്തെ പ്രസന്റ് ഡേ കേരള, തമിഴ്നാട് എന്നൊക്കെ പറയും പോലെ പണ്ടത്തെ ബ്രിട്ടീഷുകാർക്കിടയിലുള്ള സ്റ്റേറ്റ്സിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് പ്രൊവിൻസുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പ്രൊവിൻസുകൾക്കൊന്നും ഓട്ടോണമി ഇല്ലായിരുന്നു. അപ്പൊ അതെന്താണ്? ഡയറക്ട്ലി ഡൽഹിയിൽ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു ഈ പറഞ്ഞ പ്രൊവിൻസുകൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞതിന് മാറ്റിയിട്ട് ഈ പ്രൊവിൻസുകൾക്കൊക്കെ എന്താ പറയുക, ഒരു ഓട്ടോണോമി കൊടുക്കുന്നത്, പ്രൊവിൻഷ്യൽ ഓട്ടോണോമി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി പ്രൊവിൻഷ്യൽ ഓട്ടോണോമിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊവിൻസിൽ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടന്നിട്ട് ആര് മത്സരിക്കും? ഇന്ത്യക്കാർക്ക് മത്സരിക്കാം. ഇന്ത്യക്കാർ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യക്കാർ എന്ത് ചെയ്യും? പ്രൊവിൻസിലേക്ക് തിരഞ്ഞെടുക്കും. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രൊവിൻസിന്റെ ഓൾമോസ്റ്റ് ഒരുവിധ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ തീരുമാനിക്കാൻ ഭരിക്കാം. പ്രൊവിൻസുകൾക്ക് ഓട്ടോണമി കൊണ്ടുവന്നിട്ടുള്ള കാലമാണ്. അപ്പൊ 1935 വന്നു. 1937 ഇലക്ഷൻ നടക്കുന്നു. അതിൽ ഇലക്ഷനിൽ പങ്കെടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അടിയുണ്ടായി. ലാസ്റ്റ് ഇലക്ഷന് പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഒരു 28 മാസം എന്ത് ചെയ്തു? കോൺഗ്രസ് 28 മന്ത് നീണ്ടു നിൽക്കുന്ന ഭരണം പ്രൊവിൻസിൽ അടിപൊളിയായിട്ട് കാഴ്ചവെച്ചു. അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു? 1939 ആയ സമയത്ത് വേൾഡ് വാർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു. യാതൊരു ഉളുപ്പില്ലാതെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യക്കാര് യുദ്ധത്തിന് ബ്രിട്ടന്റെ കൂടെയാണെന്നുള്ളത് ഇന്ത്യക്കാരോട് പോലും ചോദിക്കാതെ പ്രഖ്യാപിച്ചു. അത് ഇന്ത്യക്കാരെ തുടപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ കോൺഗ്രസ് മിനിസ്ട്രീസ് എന്ത് ചെയ്തു? രാജിവെച്ചു. പിന്നീട് വീണ്ടും ഈ ഗവൺമെന്റും ബ്രിട്ടീഷ് ഗവൺമെന്റും ഇന്ത്യക്കാരും ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തി. കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻഡ്. സോ ഇത്രയും സംഭവങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1939 ഇനി വേൾഡ് വാർ നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എന്തറിയാം? കോൺഗ്രസ് ഇവരും ഒരു തട്ടിലല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. കോൺഗ്രസ് ഇവരും തമ്മിലടിക്കാൻ വേണ്ടി പോവാന്നുള്ള ഏറെക്കുറെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ് വാർ വന്നു. അപ്പൊ വേൾഡ് വാറിന്റെ സമയത്ത് കോൺഗ്രസ് ഇന്ത്യക്കാരോട് ചോദിക്കാണ്ട് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് യുദ്ധത്തിനുണ്ടെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടനെതിരെ പിന്നീട് ഇന്ത്യക്കാർ നിലകൊണ്ട സമയത്ത് അവർക്കിടയിൽ പ്രശ്നം വന്നു. ബ്രിട്ടീഷ് പീപ്പിൾ, ഇന്ത്യൻസ്, ഇവർ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി. യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വാർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വാർ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യക്കാർ പോയിട്ട് ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യണം. ഈ ഇന്ത്യക്കാർ ബ്രിട്ടന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കണം. ഈ ഇന്ത്യക്കാർ ബ്രിട്ടന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പണം കൊടുക്കണം. അപ്പൊ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ യുദ്ധം ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാര് 1940 ശേഷം അങ്ങോട്ട് പിന്നീട് ഒരു സീരീസ് ഓഫ് ഓഫേഴ്സ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരും. എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വാങ്ങിയെടുത്തിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ഈ പറഞ്ഞ വേൾഡ് വാറിനകത്ത് പങ്കെടുക്കണ ഈ സപ്പോർട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 1940s ശേഷം എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് അവർ ഒരുപാട് സംഘങ്ങളെ അയക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കാനുള്ള സാധനങ്ങൾ. 1940s ശേഷം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ അയച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, ഏതൊക്കെ മിഷൻസ് ആണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ്? യുദ്ധത്തിന് ഇന്ത്യക്കാരെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു അത്. അതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഓഗസ്റ്റ് ഓഫറാണ്.
നമ്മളിതിൻ്റെ ക്രോണോളജി മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് വന്നത് 1940 ഓഗസ്റ്റ് ഓഫറാണ്. ഓഗസ്റ്റ് ഓഫർ വന്നു, എന്ത് ചെയ്തു, ഡൊമീനിയൻ സ്റ്റാറ്റസ് കൊടുക്കാന്നൊക്കെ അവർ ഓഫർ ചെയ്തു. പക്ഷേ ഇന്ത്യക്കാർക്ക് അന്ന് ഡൊമീനിയൻ സ്റ്റാറ്റസ്, അതായത് സ്വരാജ് തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ത്യക്കാർ അതിലൊന്നും തൃപ്തരായില്ല. അപ്പം അതിന് റിസ്പോൺസ് ആയിട്ട് എന്ത് ചെയ്തു, ആ വർഷം തന്നെ ഗാന്ധി എന്ത് ചെയ്തു, ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് ഓക്കെ, അത് വലിയ സക്സസ് ആയില്ല. ഓക്കെ, ബ്രിട്ടീഷുകാർ 1942 വീണ്ടും ഇന്ത്യക്കാരെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഈ തെറ്റിപ്പിണങ്ങി നടക്കുന്നവരെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഓക്കെ, ക്രിപ്സ് മിഷൻ 1942 ഇന്ത്യയിലേക്ക് വന്നു. എന്നാൽ ക്രിപ്സ് മിഷൻ വന്ന സമയത്തും ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടൊന്നും അവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. ബ്രിട്ടൻ ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അങ്ങനെ അവർ സമരത്തിന്റെ പ്രശ്നത്തിലേക്ക് പോയി. അപ്പോൾ ഇന്ത്യക്കാര് അപ്പത്തോടെ അവരുടെ ക്ഷമ നശിച്ചു. ഗാന്ധി വീണ്ടും മൂവ്മെന്റിന്റെ മുന്നിലേക്ക് വന്നു. അങ്ങനെ ഗാന്ധി ക്രിപ്സ് മിഷന്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്തു, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ചെയ്തു. ഓക്കെ, 1942 ക്രിപ്സ് മിഷന്റെ റിസൾട്ടായിട്ട്. അങ്ങനെ ക്രിപ്സ് മിഷനും കഴിഞ്ഞ് പിന്നീട് വരുന്നുണ്ട് ആര്, 1945 വേവൽ പ്ലാൻ. പിന്നീട് വന്ന അന്നത്തെ വൈസ്രോയുടെ ഒരു പ്ലാനാണ് വേവൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്ലാനാണ് വേവൽ പ്ലാൻ എന്നറിയപ്പെട്ടത്. ഈ വേവൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷിംലയിൽ വെച്ചിട്ട് ഒരു സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്. ഷിംല കോൺഫറൻസ് എന്ന് പറയും. ഷിംലയിൽ വെച്ചിട്ട് ഒരു സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്. 1945 വന്ന അടുത്ത പ്രപ്പോസലാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന INCയും അതേപോലെ തന്നെ മുസ്ലിം ലീഗും രണ്ട് തട്ടിലായി മാറിയിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണലിസം കത്തിക്കയറി മുസ്ലിം ലീഗ് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് സ്വതന്ത്ര രാജ്യം വേണമെന്നുള്ളൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നുണ്ട്, INCയും മുസ്ലിം ലീഗും രണ്ട് തട്ടിലായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടാൾക്കാരെയും നേരെയാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് വേറെ രണ്ട് ഫോർമുലാസും കൂടെ ആയിട്ട് ചില നേതാക്കന്മാർ ഇവർക്കെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായില്ല. അതിലൊന്നാണ് C. രാജഗോപാലാചാരി ഫോർമുലയും, അതിന്റെ കൂടെ തന്നെ ഇവർക്കിടയിൽ വേറൊരു ടീം പരീക്ഷിച്ചു നോക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ദേശായി ലിയാഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ള, ദേശായും വല്ലഭായ് ദേശായും ലിയാഖത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ലീഡേഴ്സ് എന്ത് ചെയ്തു, ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ചു. അപ്പം ഈ രണ്ട് സാധനങ്ങൾ എന്തായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു, ഈ INCയും മുസ്ലിം ലീഗും തമ്മിലുള്ള, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യതകൾ തേടിയതാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. വേവൽ പ്ലാൻ വന്നതിന് ശേഷം 1946 ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷൻ അയക്കുന്നു ബ്രിട്ടീഷുകാർ. 45 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേൾഡ് വാർ അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേൾഡ് വാർ അവസാനിച്ച് 46 ആയ സമയത്ത് എന്ത് ചെയ്തു, വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ബ്രിട്ടൻ തകർന്നു പോയിട്ടുണ്ട്. ബ്രിട്ടന്റെ സാമ്പത്തിക വ്യവസ്ഥിതി തകർന്നുപോയി, ബ്രിട്ടീഷ് ആർമി തകർന്നുപോയി. സോ ഇന്ത്യ പോലെ ഒരു വലിയ കോളനിയിൽ ഇനി അവർക്ക് ഒരുപാട് കാലം അടക്കി ഭരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർക്ക് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങി. ഈ ക്യാബിനറ്റ് മിഷനോട് കൂടി എന്തെങ്കിലും കാട്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഓക്കെ, ക്യാബിനറ്റ് മിഷനും വന്നു. ക്യാബിനറ്റ് മിഷനും സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ക്യാബിനറ്റ് മിഷനും ചെറുതായിട്ട് പാളിപ്പോയി. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എങ്ങനെങ്കിലുമൊക്കെ ഇനി ഇന്ത്യയിലുള്ള എല്ലാ സാധനങ്ങളും വെട്ട് വലിച്ചെറിഞ്ഞ് പോകണമെന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 1946 ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്തു, ഇന്ത്യയിൽ പരാജയപ്പെട്ടതിന് ശേഷം അറ്റ്ലി ഡിക്ലറേഷൻ വന്നു. 1947 ഫെബ്രുവരിയിൽ മാസത്തിൽ അറ്റ്ലി എന്ന് പറഞ്ഞ പുതിയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം നടത്തി. ഓക്കെ, അറ്റ്ലി ഡിക്ലറേഷൻ പ്രഖ്യാപനമൊന്നുമില്ല. 1947 സംഭവം നടക്കുന്നത്.
1948 ജൂൺ എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ, 1948 ജൂൺ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ, ജൂണിൽ ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകും. ജൂൺ 30 എന്താണോ നടക്കുന്നത് അതിന് മുന്നേ ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകും. ഒന്നെങ്കിൽ നിങ്ങൾ കോൺഗ്രസും മുസ്ലിംസും പരസ്പരം മുസ്ലിം ലീഗും കൂടെ സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുക. എന്ത് വഴി എന്ത് സംഭവിച്ചാലും ഈ ഡെഡ് ലൈൻ്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകും, അത് ഉറപ്പാ എന്നുള്ളത് തീരുമാനിച്ചു. എന്നിട്ട് ആരെ അപ്പോയിന്റ് ചെയ്ത് കൊടുത്തു? മൗണ്ട് ബാറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വൈസ്രോയിനെ ഇന്ത്യയിലേക്ക് നിയമിച്ചു. മൗണ്ട് ബാറ്റൻ വന്നപ്പോൾ പിന്നെ ഷടപടേ എന്ന് പറഞ്ഞിട്ട് എന്തായി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനമായി. മൗണ്ട് ബാറ്റന് കുറേ പ്രപ്പോസലൊക്കെ ആയിട്ട് വന്നു. വിത്തിൻ മന്ത്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? മൗണ്ട് ബാറ്റൻ ഇന്ത്യയെ കീറി മുറിച്ചു. ഓക്കെ, മൗണ്ട് ബാറ്റൻ്റെ പ്ലാന് വന്നു. മൗണ്ട് ബാറ്റനെ വൈസ്രോയി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്ലാനിലൂടെ എന്ത് ചെയ്തു? ഇന്ത്യക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യ എന്ത് ചെയ്തു? ഡിവൈഡഡ് ആസ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. സോ ഇതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഓരോ ഇവൻറ്റ്സും നമ്മളെടുക്കും, അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. അത് നമ്മളിനി ഓരോ ദിവസങ്ങളിൽ ഓരോ ക്ലാസ്സുകളിലൂടെ കവർ ചെയ്യും. നമ്മൾ ഇത്രയും പറഞ്ഞത് ബ്രോഡ് ഫ്രെയിംവർക്കാണ്. ഇനി ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ഉള്ളത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് INA, ഇന്ത്യൻ നാഷണൽ ആർമി. സുഭാഷ് ചന്ദ്രബോസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ സായുധമായിട്ട് ബ്രിട്ടനെ ആക്രമിച്ച് കീഴടക്കാന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് സിംഗപ്പൂർ ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് നേഷൻസിലൂടെ, ഇന്ത്യ ആണെങ്കിൽ ഇത് ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് നേഷൻസ്, ഇന്തോനേഷ്യ, ഓക്കെ, ഈ പറഞ്ഞ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് പ്ലാൻ ചെയ്തു. സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി മ്യാൻമറിലൂടെ കടന്നിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇവിടെ നിന്ന് ജപ്പാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വലിയ രീതിയിൽ ബോസിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മൂവ്മെൻറ്റ് സക്സസ് അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഇന്ത്യക്കാർക്കുള്ളിൽ എന്തുണ്ടാക്കി? ഒരു ലിബറേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ ഈ സിംഗപ്പൂരിൽ നടന്നൊരു ചെറിയൊരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ പ്രിസണേഴ്സ് ഓഫ് വാർ, ഓക്കെ, ഇന്ത്യക്കാരെ എന്ത് ചെയ്തു? ജപ്പാൻ തടവിൽ വെക്കുകയും ആ ഇന്ത്യക്കാരെ വെച്ചിട്ടാണ് ഈ INA ഫോം ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? യുദ്ധത്തിൻ്റെ ഇടയിൽ തോൽപ്പിച്ച സമയത്ത് ഇവരെ വിചാരണയ്ക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രശ്നം നടക്കുന്നു, പ്രതിഷേധങ്ങൾ നടന്നു, സമരങ്ങൾ നടക്കുന്നു. അതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ആണിക്കൽ ഇളകി പോകുന്നു. അതോടുകൂടി അവരെന്ത് ചെയ്തു? ഇന്ത്യ വിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇത്രയാണ് ഇന്ത്യയുടെ ദേശീയ ചരിത്രം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് ചർച്ച ചെയ്യും. നിങ്ങൾ എപ്പോൾ പഠിക്കുന്ന സമയത്തും ഈ ഒരു ബ്രോഡ് ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുസ്തകങ്ങളിൽ ഇരുന്ന് കഥ വായിക്കുമ്പോൾ ഇരുന്ന് വായിച്ചാൽ നിങ്ങൾ മിസ്ഗൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കഥ വായിക്കും പോലെ പോവുകയുള്ളൂ. എക്സാമിന് വേണ്ടത് പിക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ സെഷൻ്റെ നമ്മൾ ഉദ്ദേശിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തി തരിക, പഠിക്കേണ്ട സോഴ്സസിനെ പറ്റി പരിചയപ്പെടുത്തി തരിക, എന്തെല്ലാം മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി പരിചയപ്പെടുത്തി തരിക. ഈ 3 കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ക്ലാസ്സുകളുണ്ടാവും. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നോട്ട്സ് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.